ഹായ് ഓൾ. നമുക്കറിയാം KCB മസ്തൂർ, അതായത് 10ാം ക്ലാസ് യോഗ്യത ഇല്ലാത്തവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു. KCBയിലേക്കുള്ള ഒരു പോസ്റ്റാണ്. എന്നാൽ അതിൻ്റെ യോഗ്യതകളൊക്കെ മാറ്റിക്കൊണ്ട് 10ാം ക്ലാസ്സും ITയും അടിസ്ഥാന യോഗ്യത ആക്കിക്കൊണ്ട് ആ ഒരു പോസ്റ്റ് തന്നെ KCB വർക്കർ എന്ന രീതിയിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി വർക്കർ എന്ന രീതിയിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ഈ വരുന്ന 30ാം തീയതി വരും എന്ന് PSC യോഗ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി പഠിച്ചു തുടങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. അതിനായിട്ട് ഏൺസ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു സൗജന്യ വെബിനാർ നൽകുകയാണ്. അതാണ് പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് തന്നെ നിങ്ങളുടെ മുമ്പിലുണ്ട്. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജില്ലാ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന നമ്മുടെ വീടിനടുത്ത് തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെയാണുള്ളത്. മാത്രമല്ല പ്രൊമോഷൻ സാധ്യതകൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ KCBയിലുണ്ട്. പലപ്പോഴും KCB വർക്കറായിട്ട് കയറുന്ന ഒരു എംപ്ലോയി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒക്കെ ആയിട്ടായിരിക്കും റിട്ടയർ ആവുന്നത്. അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൃത്യമായി ഓർത്ത് വേണം നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാൻ. പ്രത്യേകിച്ചും BTech യോഗ്യത ഉള്ളവർക്കൊക്കെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഉണ്ട്. അതായത് 3-1 വേക്കൻസികൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിലൂടെ ആയിരിക്കും നിയമനം ഫില്ല് ചെയ്യുന്നത്. എല്ലാ 2 വർഷം കൂടുമ്പോഴും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നടത്താറുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും AE ആയിട്ടാണ് നിയമിക്കുന്നത്. അപ്പോൾ ഈ ഒരു KCB വർക്കറിന്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെടാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ആദ്യം തന്നെ അഡ്വൈസ് കിട്ടും. അപ്പോൾ ആദ്യം അഡ്വൈസ് കിട്ടുമ്പോൾ നമ്മുടെ പ്രൊബേഷൻ വളരെ പെട്ടെന്ന് ക്ലിയർ ആവും. അപ്പോൾ അടുത്ത AE വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വെബിനാറിന്റെ വിശദ വിവരങ്ങളിലേക്ക് മുടക്കാം. അതായത് കേരള PSCയുടെ അവസാനം കഴിഞ്ഞ, അതായത് 20-ന് ചേർന്ന യോഗ തീരുമാനത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രകാരം നോട്ടിഫിക്കേഷൻ നമുക്ക് 30/4/2026 വരും. അന്ന് മുതൽ 3/6/2026 വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് ഏറെ സവിശേഷമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക. രണ്ടാമതായിട്ട് ഇതിനുള്ള എലിജിബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ SSLC പാസ്സായിരിക്കണം എന്നുള്ളത് അടിസ്ഥാനമാണ്, മാൻഡേറ്ററി ആണ്. രണ്ടാമതായിട്ട് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ വയർമാൻ 2 വർഷത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കണം. ഇനി ഫിസിക്കലി സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് നിങ്ങൾക്ക് 157.48 സെന്റിമീറ്റർ മെയിലിനും 144.78 സെന്റിമീറ്റർ ഫീമെയിലിനും ഉണ്ടായിരിക്കണം. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്, നോർമലായിട്ടുള്ള വിഷൻ ആയിരിക്കണം. ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. പിന്നെ അടിസ്ഥാനപരമായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, പോൾ ക്ലൈംബിംഗ് ആണ്. അതായത് നമ്മളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCBയിൽ നിലവില് പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ പോസ്റ്റുകൾ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ 8 മിനിറ്റ് കൊണ്ട് തന്നെ 9 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു പോള് കയറണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് ഉള്ളത്. ഈ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയാണ് നമ്മുടെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഉള്ളത്. ഇനി നമ്മൾ വെബിനാറിലേക്ക് വരികയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മത്സരമുള്ളൊരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ, നിയമനം നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ആസ് കമ്പയർ ടു കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളൊരു കൃത്യമായിട്ടൊരു വെബിനാർ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 26-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ ഈ വെബിനാർ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ നേരിട്ട് ഈ വെബിനാറിൽ പങ്കെടുത്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് തന്നെ പോകേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കരിയർ ഓപ്ഷനാണ്. അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.